വിശുദ്ധ റമളാനിലെ ഓരോ രാത്രികളും പകലുകളും ഒന്നൊന്നായി നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമളാനിൻ്റെ ആദ്യ പകുതി പൂർത്തിയായി, ബദർ ദിനവും കഴിഞ്ഞു, രണ്ടാമത്തെ 10 പൂർത്തിയാകാനിരിക്കുന്നു. അവസാനത്തെ നരകമോചനത്തിൻ്റെ 10ലേക്ക് ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന രാവിലേക്കൊക്കെ നാം പ്രവേശിക്കാനിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ ദിക്റുകൾ ചൊല്ലി, തസ്ബീഹുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തൗബ ചെയ്ത് അടുക്കേണ്ട സമയമാണിതൊക്കെ. പൂർവ്വസൂരികളിൽ പലരും പതിവാക്കിയിരുന്ന ഒരു സ്വലാത്തുണ്ട്, നമുക്കൊക്കെ അറിയാം, അഅ്ളമുസ്സലാത്ത്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉന്നത സ്ഥാനവും പ്രതിഫലവും ലഭിക്കുന്ന സ്വലാത്താണിത്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ പാരായണം ചെല്ലലിനെ പതിവാക്കി കഴിഞ്ഞാൽ 10 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ കാരണമാവുകയും ആഫത്ത് മുസീബത്തുകളെ തൊട്ട് വലിയ കാവൽ ലഭിക്കാൻ കാരണമാവുകയും ചെയ്യും. ഇത് വെള്ളിയാഴ്ച രാവിലെ 12 തവണ ചൊല്ലിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ സ്വലാത്തിൻ്റെ ദൈർഘ്യമേറിയത് കൊണ്ടോ മറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ പലരും ഇത് ചൊല്ലലിനെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നൊരു തോന്നിപ്പോകൽ പലരും പതിവാക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഇപ്പോഴുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിനെക്കുറിച്ച് അറിയുന്നവരും പതിവാക്കുന്നവരൊക്കെ ഒന്ന് താഴെ എഴുതി അറിയിക്കണേ ഇൻഷാ അല്ലാഹ്.